നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈനസ് ഓഫ് എ ഡിറ്റർമിനൻറ്റ്. നമ്മൾ ഡിറ്റർമിനൻറ്റ് എന്താണെന്ന് പഠിച്ചു അല്ലേ? എന്താ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. ആ ന്യൂമറിക്കൽ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് റോയിലുള്ള നമ്പേഴ്സിനെ ഒഴിവാക്കി ബാക്കിയുള്ളതിൻ്റെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുത്തിട്ടാണ്. സോ ഒരു സ്ക്വയർ മെട്രിക്സിലെ എല്ലാ വാല്യൂസിനും എന്തുണ്ടാവാം? ഒരു മൈനർ വാല്യൂ ഉണ്ടാവാം. ആ മൈനർ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കുക, ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ട്. ഒരു ഓർഡർ 3 സ്ക്വയർ മെട്രിക്സ്, 3 റോയും 3 കോളവും ഉള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സിലെ എല്ലാ എലമെൻറ്റ്സിനും എന്തുണ്ടാവും? ഒരു മൈനർ എലമെൻ്റ് ഉണ്ടാവും. ആ മൈനർ എലമെൻറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് A1 എന്നാണ് എലമെൻറ്റ് അല്ലേ? ഫസ്റ്റ് എലമെൻറ്റ് A1 ആണ്. സോ അതിൻ്റെ മൈനർ എലമെൻറ്റിന് നമ്മൾ M11 എന്ന് പറയും. അതായത് ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് വാല്യൂ ആണ് A1. സോ അതിൻ്റെ മൈനർ എലമെൻറ്റിനെ M11 എന്നാണ് പറയുക. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ വാല്യൂ. സോ ഇനി A2 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലുള്ള വാല്യൂ ആണ്. സോ എന്താവും? M12 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം M12. അതേപോലെ A3 എന്ന് പറഞ്ഞാലോ ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിൽ വരുന്ന വാല്യൂ ആണ്. സോ M13. അങ്ങനെ ഓരോ നമ്പേഴ്സിനും ഓരോ മൈനർ വാല്യൂ ഉണ്ടാവും. മൈനർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മൾ ഫസ്റ്റ് ഏത് വാല്യൂ ആണ് കൊടുക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A1ൻ്റെ മൈനർ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് M11 ആണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ A1 വരുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കിയുള്ള നമ്പേഴ്സിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ ഡിറ്റർമിനൻറ്റിൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓരോ വാല്യൂ എടുക്കുമ്പോഴും അങ്ങനെ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ. ഇപ്പോൾ A1 എന്നുള്ള വാല്യൂവിൻ്റെ മൈനർ വാല്യൂ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് A1 വരുന്ന ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ഒഴിവാക്കി ബാക്കി B2 B3 C2 C3 ആണ് ഉണ്ടാവുക. അതിൽ B2 C3 മൈനസ് B3 C2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ A1ൻ്റെ മൈനർ എലമെൻറ്റ് നമുക്ക് കിട്ടും. അതേപോലെ A2ൻ്റെ മൈനർ എലമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താവും ചെയ്യുക? ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ഒഴിവാക്കി ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? B1 B3 C1 C3 അല്ലേ? സോ B1 ഇൻറ്റു C3 മൈനസ് B3 ഇൻറ്റു C1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. ഇനി നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് C1 എടുക്കാം. C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ വരുന്ന വാല്യൂ ആണ് അല്ലേ? സോ തേർഡ് റോയും ഫസ്റ്റ് കോളവും ഒഴിവാക്കിയ ബാക്കി ആരൊക്കെയല്ലേ? A2 A3 B2 B3. സോ C1 എന്ന് പറയുന്നത് ഇതിൻ്റെ മൈനർ വാല്യൂവിനെ നമ്മൾ എന്താവും പറയുക? തേർഡ് റോയാണ് ഫസ്റ്റ് കോളാണ്. സോ M31 എന്നാണ് പറയുക. M31 എന്ന് പറയുന്നത് എന്തായിരിക്കും? തേർഡ് റോയും ഫസ്റ്റ് കോളവും ഒഴിവാക്കി ബാക്കിയുള്ള നമ്പേഴ്സിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. A2 A3 B2 B3 മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഒരു സ്ക്വയർ മെട്രിക്സിലുള്ള എല്ലാ വാല്യൂസിൻ്റെയും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മൈനർ എലമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ A124 312 651 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. ആ സ്ക്വയർ മെട്രിക്സിൽ ആ മെട്രിക്സിൻ്റെ മൈനർ എലമെൻറ്റ്സിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് മൈനേഴ്സ് എന്നാണ് പറയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ എലമെൻറ്റിൻ്റെയും മൈനർ എലമെൻറ്റിനെ കണ്ടുപിടിക്കണം. ചിലപ്പോൾ നമ്മളോട് പറയും C1 ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ C12 ആണ് കണ്ടുപിടിക്കേണ്ടത്, A13 ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കറക്റ്റായിട്ട് പറയും. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വാല്യൂസിൻ്റെയും മൈനർ എലമെൻറ്റ് കണ്ടുപിടിക്കണം. സോ ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് 1 എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ മൈനർ എലമെൻറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിലുള്ള വാല്യൂ ആണ്. സോ M11 ഈക്വൽ ടു 1. മൈനർ എലമെൻറ്റ് ഫസ്റ്റ് മൈനർ എലമെൻറ്റ് 1 ആണ്. സോ 1ൻ്റെ റോയും കോളവും ഒഴിവാക്കി ബാക്കിയുള്ളത് 1 2 5 1 ആണ് അല്ലേ? സോ 1 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 5. സോ 1 മൈനസ് 10 മൈനസ് 9 എന്ന് കിട്ടി. അങ്ങനെ നമ്മൾ ഓരോ എലമെൻറ്റ്സിനെയും എടുക്കണം. ഇനി ഫോർ എക്സാമ്പിൾ നമുക്ക് 5 എടുക്കാം. 5 എവിടെയാണ് കിടക്കുന്നത്? തേർഡ് റോയിൽ സെക്കൻഡ് കോളത്തിലുള്ള വാല്യൂ ആണ്. തേർഡ് റോയിൽ സെക്കൻഡ് കോളം. സോ M23 ആണ് എന്ത്? M32 ആണ് എന്ത്? 5 എന്ന് പറയുന്ന വാല്യൂ അല്ലേ? സോ 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനർ വാല്യൂ കാണുമ്പോൾ 5 ഉള്ള റോയും
കോളവും ഒഴിവാക്കണം. സോ ബാക്കി ഉണ്ടാവുക 1 4 3 2 ആണ്. 1 4 3 2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 2 മൈനസ് 4 × 3. സോ 2 മൈനസ് 12 മൈനസ് 10 എന്ന് കിട്ടും. ഇങ്ങനെ ആണ് നമ്മൾ ഒരു സ്ക്വയർ മെട്രിക്സിലെ മൈനർ എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്.